ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടത്. ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് തക്കാളി സവാള ഒന്ന് വഴറ്റി കഷ്ടപ്പെടേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഒരു കുക്കറിലോട്ട് 4 സവാള കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 3 തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. രാവിലത്തെ തിരക്കിനിടയിൽ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയുള്ള നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. സമയമില്ലാത്ത നേരത്തൊക്കെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതേ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് 2 കഷ്ണം പട്ടയും ഒരു ഏലക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള തക്കാളിയും സവാളയും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു കുക്കറിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കുക. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇവിടെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ചെറു തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോൾ ദേ നല്ലോണം തന്നെ തിളച്ചിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 6 കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതല്ല ഒന്നും കൂടിയും ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് പിന്നെ നമുക്ക് ഒരു മുട്ടൊക്കെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ ചേർക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറി എത്രത്തോണ്ട് ലൂസിലാണോ വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കണില്ലെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താലും മതിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് പിന്നെ തിളപ്പിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഇവിടെ കുറച്ചും കൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങനെ ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ള നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. അത് നമുക്ക് അപ്പം, ഇടിയപ്പം, വെള്ളയപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.